ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുണ്ടാവണം. മൈൽ സ്റ്റോൺ മേക്കർ മാക്സ് എന്ന് പറഞ്ഞ വീഡിയോ ആയിട്ട് ബി കഫേ വിത്ത് ബിന്നി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓൾറെഡി മൈൽ സ്റ്റോണുകാർ നേരത്തെ ഇട്ട ഒരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ആ ഒരു ടൈമിൽ വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ വീണ്ടും ഇത് ഇന്നലെ വീണ്ടും ഇത് ഓപ്പൺ ആക്കി ഇട്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര വ്യൂസും ഭയങ്കര കമൻസും അതിനകത്തിലുണ്ട്. മോസ്റ്റ്ലി ഒരു 95% ബിന്നിക്കെതിരെയുള്ള കമൻസാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഷാനവാസിക്കാനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ പെൺകോന്തൻ എന്ന് വിളിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തെപ്പറ്റി ബിന്നി അവിടെ ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ട്. അതെനിക്ക് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വന്നു. ബിക്കോസ് ബിന്നി അങ്ങോട്ട് പറഞ്ഞൊന്നും പുള്ളിക്കാരി ഇത് പറയുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞ കാര്യം മാത്രം. എന്തുകൊണ്ട് പെൺകോന്തൻ എന്ന് വിളിച്ചതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം ആ ആങ്കർ ആണെങ്കിൽ തന്നെ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഹീസ് ഓൺ ബിന്നീസ് സൈഡ്. പക്ഷേ പല ആങ്കർമാരും അതിൻ്റെ കാര്യം തിരക്കാറുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ എന്താ പറയുന്നത്, പെൺകോന്തൻ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണോ എന്നൊക്കെ ഭയങ്കരമായിട്ടും റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നെവിൻ്റെയും ഷാനവാസിക്കയുടെയും ഇഷ്യൂവിൽ ഇത്രയും എന്താ പറയുക, ഒരു മെഡിക്കൽ കണ്ടീഷനുള്ളൊരു വ്യക്തി ബിഗ് ബോസിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അപ്പം മെഡിക്കൽ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? അതായത് നെവിൻ്റെ സൈഡ് പിടിച്ച്, അതായത് നെവിൻ ഭയങ്കര ഇന്നസെൻ്റായ വ്യക്തികളുടെ സൈഡ് പിടിച്ച് അങ്ങ് ഒരു സംഭവത്തിലൊരു ടോക്കാണ് സംസാരിച്ചത്. അതായത് ബിന്നി പറയുന്നത് ഇങ്ങനെയാണ്, ഷാനവാസിക്കയ്ക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള കാര്യം അവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. ആർക്കും അറിയത്തില്ല. ബിക്കോസ് പുള്ളിക്കാരൻ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ ഒരു സോഫ്റ്റ് കോർണറിന് വേണ്ടിയിട്ടോ ആരുടെയും മുമ്പിൽ പറഞ്ഞിട്ട് അയ്യോ ഞാനൊരു മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ക്യാമറയുടെ മുമ്പിലും വന്നിട്ടില്ല. അത് പുള്ളിക്കാരിക്ക് മനസ്സിലായത് ബിഗ് ബോസിന് അവിടെ ആ ഹൗസിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും അറിഞ്ഞത്. അപ്പം അങ്ങൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അന്ന് എന്താ പറയുക, ജയിലിൽ കിടക്കുമ്പം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഷാനവാസിക്ക് പറ്റത്തില്ല, ബാത്റൂമിൽ പോകണം, അതായത് ടോയ്ലറ്റിൽ പോയേ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ബിന്നി പറയുന്ന ഷാനവാസിക്കനെ പറ്റി ഒരു മെഡിക്കൽ ഇഷ്യൂവും താങ്കൾക്ക് അറിയത്തില്ല, പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത്. ബിഗ് ബോസിന് ഹൗസിലേക്ക് കയറിക്കഴിഞ്ഞു 1-2 ആഴ്ചയ്ക്ക് ശേഷം ആ പുള്ളിക്കാരൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാം അറിയാം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ കുത്തിത്തിരിപ്പ് ബിന്നി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനുള്ള ആൾ, അതായത് പുള്ളിക്കാരന് ജസ്റ്റ് അതായത് ഒന്നും ചെയ്തില്ലെന്നായി നെവിൻ ഇൻഡയറക്ട്ലി പറയുന്നത്. നെവിൻ ഒരു വക ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ വീഴുവാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്കിത് കേട്ടപ്പം അന്നിതാരും എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഇരുന്നങ്ങ് ചുമ്മാ കള്ളങ്ങ് പറയുക, ചുമ്മാ ഇരുന്ന് നുണ പറയുവാണ്, മനസ്സിലായോ? അപ്പം ഇപ്പോൾ ഈ പറയുന്ന ബിന്നി പറയുന്നത് ഇതാണ്, ആരെന്ത് പറഞ്ഞാലും, അത് നെഗറ്റീവായിട്ട് പുറത്ത് ആരെന്ത് പറഞ്ഞാലും ബിന്നിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് ബിന്നി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബിന്നി ഉള്ളി കരയുവാണ്. ഈ നെഗറ്റീവൊക്കെ കാണുമ്പോൾ ഉള്ളിലിരുന്ന് കരയുവാണ്, മനസ്സിലായോ? അപ്പം ഈയിടയ്ക്ക്, അതായത് വേറൊരു ഷോയുടെ ഇടയ്ക്ക് ബിന്നി പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് ഉദ്ഘാടനമോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല, പക്ഷേ ബിന്നി ഒരു നെക്സ്റ്റ് വീക്കിലൊരു ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ഒരു ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. സോ അപ്പം ബിന്നി എന്ന് പറയുന്നൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഭയങ്കര എന്താ പറഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ടും എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഫേമസ് ആണ്, എല്ലാവരെക്കാട്ടിലും നല്ല വ്യക്തിയാണ്, PR എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തിയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്ത് എന്തൊക്കെയോ അവിടെ ഇരുന്ന് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂ വലിയ സക്സസ് ആവാത്തതുകൊണ്ടായിരിക്കണം പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്ത് വീണ്ടും വ്യൂസ് കൂട്ടുന്നവർ. അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണല്ലോ. പക്ഷേ പുള്ളിക്കാരി അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഷാനവാസിക്ക ഒരിക്കലും ഒരു ഇത്രയും മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് വരരുത്. അതിനുള്ള കൃത്യമായ ഉത്തരം ഷാനവാസിക്കയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരാൾക്ക് വയ്യാതെ ആയാൽ ഒരിക്കലും ഒരാൾ വെച്ചാൽ ഒത്തിരി എന്താ പറയുക, ഡ്രീമുള്ള ഒരാൾ ഒരിക്കലും ഒരു മൂലയിൽ പോയി ഇരിക്കത്തില്ല. അതങ്ങനെയാണ്. അപ്പോൾ വയ്യാത്ത ആൾ എപ്പോഴും ബെഡിൽ കയറി കിടന്ന് മരുന്നും കുടിച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അയാളുടെ വയ്യാഴിക കൂടത്തേ ഉള്ളൂ.
നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു വയ്യാത്തൊരു വ്യക്തി, അയാൾക്ക് വയ്യെങ്കിൽ അതെപ്പോഴും അയാളതൊരു കിടക്കുക, മരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു റിസ്ക്കും എടുക്കാതെ ഒരു ലൈഫിലൊന്നും സംഭവിക്കത്തില്ല, റിസൾട്ട് ഉണ്ടാകത്തില്ല. സോ ഷാനവാസിക്ക് ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീം ഈ ഒരു വയ്യാഴിക കൊണ്ട് മാറിപ്പോകരുത്. അതാണ് ഷാനവാസിക്കയുടെ മെയിൻലി ഒരു ഡ്രീം എന്ന് പറയുന്നത്. സിനിമയെന്ന് പറഞ്ഞൊരു ഡ്രീമാണ്. ആ സിനിമയിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം, കുറേ എന്താ പറയുക, കുറേ റിസ്ക് എടുക്കണം, എന്നാലേ ആ ഒരു ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ബിന്നി പറയുന്നത്, ബിന്നിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ബിന്നി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരിക്കും. അത് ബിന്നിയുടെ സ്വഭാവമായിരിക്കും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഒരാളും ബിഗ് ബോസിൽ കയറരുതായിരുന്നു എന്നായിരുന്നു ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിലുള്ളിൽ ഇത്രമാത്രം ഗ്രഡ്ജ് വെക്കുന്ന വേറൊരു വ്യക്തിയില്ല സത്യം പറഞ്ഞാൽ. ബിന്നിയുടെ സീരിയൽസൊക്കെ നേരത്തെ ഭയങ്കര ഹിറ്റും കാര്യങ്ങളുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ബിന്നിനെ ആർക്കും വലിയ താല്പര്യമില്ല. ഇത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബിന്നിയുടെ ഈ ഒരു സംസാരം, ബിന്നിയുടെ ഈ കുത്തിത്തിരിപ്പാണ്. അപ്പം ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ബിന്നി പറയുന്നുണ്ട്, പുള്ളിക്കാരി ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ കൂടെ പോയി ചുമ്മാ ഒന്ന് ഇരുന്നതേ ഉള്ളൂ എന്ന്. ജസ്റ്റ് ഒരു ബീങ് ബാങ്ങിൽ പോയി അവരുടെ കൂടെ ഇരുന്നതേ ഉള്ളൂ. പിന്നെ അവരുടെ ടീമായി പോയി. പിന്നെ പല കാര്യങ്ങളും സംരക്ഷണം ചെയ്തിട്ടില്ല. ലൈവിൽ നടക്കുന്ന പല കാര്യങ്ങളും ടി വിയിൽ സംരക്ഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നും എന്താ പറയുക, എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് കൂട്ടിയത് കാര്യങ്ങളിൽ എവിടെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഞാൻ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ ഇരുന്ന് സംസാരിക്കുന്നത് കിട്ടും. അതായത് എവിക്റ്റായി പോയി, നാണം കെട്ട് എവിക്റ്റായി പോയ വ്യക്തിയാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത്. അതേപോലെ തന്നെ ബിന്നി പറയുന്നുണ്ട്, ബിന്നിക്ക് ടോപ്പ് 3 കണ്ടസ്റ്റൻസ് ആവണമെന്ന് ആഗ്രഹമുള്ളത് എന്തായിരുന്നു, നെവിൻ, അക്ബർ, അനീഷ്, ഇത്രയുമാണ് ടോപ്പ് 3 ആവേണ്ടത്. അപ്പോഴും ഏറ്റവും കൂടുതൽ ബിന്നിക്ക് അവിടെ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ 2 പേരെന്ന് പറയുന്നത് ഷാനവാസ് ഖാൻ, അനുമോളാണ്. അപ്പം എത്രത്തോളം മാക്സിമം പറയുമോ അത്രത്തോളം പറഞ്ഞു. അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്യുവറായിട്ടുള്ള ജെനുവിൻ ഫാൻസ് ഉണ്ട്. അത് മതി ഷാനവാസിക്ക്. അല്ലാതെ ഇവരെ പോലെയുള്ള ഒരുപാട് പേര് അവിടെ ഇവിടെയും വന്നിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനുള്ള റിപ്ലൈ കൊടുക്കാമെന്ന് ഷാനവാസിക്ക് നേരമില്ല. ഷാനവാസിക്ക് ഒരു ഡ്രീമിൻ്റെ പുറകെയാണ്. ആ ഡ്രീമിന് പുറകെ ആത്മാർത്ഥമായിട്ടത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്യുവറായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഫാൻസ് ഉണ്ട്. അത് നടക്കുന്നത് തന്നെയാണ് മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഷാനവാസിക്കയുടെ ആ ഒരു ഡ്രീം നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു ദിവസം ഷാനവാസിക്കയെ പറ്റി ഒരു അപ്ഡേറ്റ് കണ്ടിട്ടില്ല എങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്ന വ്യക്തികളെ എനിക്കറിയാം. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. ലവ് യു ആൾ. ബൈ.